ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചുള്ളിക്കൽ സെയിൻറ്റ് ആൻ്റണീസ് നൊവേന ചാപ്പലിലാണ്. ഞങ്ങളിന്ന് വനിതാദിന റാലി ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. ചുള്ളിക്കൽ പള്ളി ഇടവക വികാരി ബഹുമാനപ്പെട്ട ഇമ്മാനുവൽ അച്ഛൻ്റെ അധ്യക്ഷ പ്രസംഗത്തോടുകൂടിയാണ് പരിപാടി ആരംഭിച്ചത്. ക്രമീകരണങ്ങൾ നടത്തുന്ന അവിടെ ഓഫീസിലുള്ള മുഴുവൻ പേർക്കും, അതുപോലെ തന്നെ ഇടവകകളിൽ സജീവമായി ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഈ ദിവസത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും മംഗളങ്ങളും. നമ്മുടെ അവകാശങ്ങൾ ചോദിച്ചാലും കിട്ടിയാലും തീരാത്തതാണ്. എല്ലാവരും സന്തോഷിക്കുമാറ് നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് പൂർണ്ണ തൃപ്തി വരുന്ന ദിവസത്തിലേക്ക് ഈ ദിവസം ഒരു പടി കൂടെ മുന്നിലേക്ക് നമ്മളെ അടുപ്പിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വനിതാ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും മംഗളങ്ങളും നിങ്ങളുടെ അമ്മച്ചിമാർക്കും ചേച്ചിമാർക്കുമായിട്ട് ഞാൻ പ്രത്യേകം നേരുന്നു. CSSൻ്റെ നേതൃത്വത്തിൽ, വൈറ്റ്സിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു വനിതാ റാലി നടത്തുന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. പോക്കുകളൊന്നും വരുത്താത്ത രീതിയിൽ ഒറ്റ നിരയായിട്ട് നമുക്ക് പോകാം. ഓക്കെ, ഓരോ വൈറ്റ്സിൽ നിന്നും ഓരോ ചേച്ചിമാർ പോലീസായിട്ടും അതുപോലെ നേവി, ടീച്ചർ, അഡ്വക്കേറ്റ്, ഒരു രാഷ്ട്രീയ നേതാവ്, ഡോക്ടർ, നേഴ്സ് ഒക്കെ ആയിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാണാൻ തന്നെ അതൊരു നല്ലൊരു ഭംഗിയായിരുന്നു. കാരണം ഇപ്പോൾ പോലീസൊക്കെ ആയിക്കോട്ടെ ഫുൾ ക്യാരക്ടറിലായിരുന്നു ഫുൾ ടൈം.
ഞങ്ങളുടെ വനിതാദിന റാലി അങ്ങനെ CSSലോട്ട് എത്തിച്ചേരുകയാണ്. അതിനുശേഷം എല്ലാവരും നമ്മുടെ കൊച്ചി രൂപതയുടെ പുതിയ മെത്രാനായ അഭിവന്യ കാട്ടിപ്പറമ്പിൽ പിതാവിനെ സ്വീകരിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ അഭിവന്യ പിതാവും അതുപോലെ തന്നെ മേയർ മിനിമോൾ മാഡവുമാണ്. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ CSSൽ നിന്നും 2 കുടുംബങ്ങൾക്ക് അവരുടെ വീട് പുതുക്കി പണിയുവാനുള്ള ധനസഹായവും നൽകുന്നുണ്ട്. സാമൂഹ്യപരമായും ആരോഗ്യപരമായും വിദ്യാഭ്യാസപരമായും ഒത്തിരി മേഖലകളിൽ CSSൽ നിന്നും ഇതുപോലുള്ള പ്രവർത്തനങ്ങളും സഹായങ്ങളും ചെയ്തു വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ആശാകിരണം എന്ന പേരിൽ ക്യാൻസർ രോഗികൾക്ക് കൊടുക്കുന്ന ചികിത്സാ സഹായമാണ്. അങ്ങനെ അല്പസമയത്തിന് ശേഷം നമ്മുടെ കൊച്ചി രൂപത പുതിയ മെത്രാൻ അഭിവന്യ കാട്ടിപ്പറമ്പിൽ പിതാവ് എത്തിച്ചേർന്നു.